നബിദിനാഘോഷം ബിദ്അത്താണ്, ആ ബിദ്അത്തിന് പുണ്യമില്ല എന്ന് കൃത്യമായി ഇബ്നു തൈമിയ്യ പറഞ്ഞു വെച്ചു. ഈ വാചകം വായിക്കാതെ ഇവിടെ നിന്ന് അല്പം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിക്കപ്പെട്ട ആ ഒരു ഭാഗമാണ് ഉസൈഖ്മാർ വായിക്കുക. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്, ഫലഹു അജ്റുൻ അളീം, നബിയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവർക്ക് മഹത്തായ പ്രതിഫലം കിട്ടും ജനങ്ങളെ. അതിന് മഹത്തായ പ്രതിഫലമുണ്ട്. ഏതിന്? ഇത്തിഹാദ് മൗലിദിനല്ല, നബിദിനാഘോഷത്തിനല്ല, അത് കൊണ്ടാടുന്നതിനല്ല. ഈ അജ്റുൻ അളീം എന്ന് പറഞ്ഞതിന് ശേഷം വിശദീകരിച്ചു, ലിഹുസ്നി ഖസ്ദിഹി, അതിലെ നല്ലതായ ചിന്തക്ക്, വതഅലീമിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോടുള്ള ആദരവിന്, പ്രവാചകനോടുള്ള ഇഷ്ടത്തിന് മഹത്തായ പ്രതിഫലമുണ്ട് എന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞത്. ഈ വിഷയത്തിൽ ആർക്കാണ് കൂട്ടരായ അഭിപ്രായ വ്യത്യാസം? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്ന് പഠിച്ചവരാണ് നമ്മൾ. പ്രത്യേകിച്ചും അത് വളരെ കൃത്യമായ രൂപത്തിൽ പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ.